പാസ്റ്റ് നെവർ ഡൈസ്, ഇറ്റ് റീഇൻകാർണേറ്റ്സ് എന്നാണ് സാധാരണ പറയാറുള്ളത്. പൂർവ്വജന്മം ബേസ് ചെയ്തുള്ള സിനിമകൾ തെലുങ്ക് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. കാര്യം തെലുങ്ക് ഇൻഡസ്ട്രിയുടെ ഓർമ്മപ്പെടുത്തലൊന്നോ ആണ് വീണ്ടും ഋഷഭ പോലെ ഒരു സിനിമ. ഇതിപ്പം വിവിധ ഭാഷകളിലാണ് റിലീസ് ചെയ്തിരിക്കുന്നതെങ്കിലും പാസ്റ്റും പ്രസൻറ്റും ഒക്കെ റീകണക്ട് ചെയ്ത ഓർമ്മകളെ കോറിലേറ്റ് ചെയ്യുന്ന ചില ഇൻസിഡൻസിനെയൊക്കെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് സിനിമയിൽ നിന്ന് ഡയറക്ടർ റൈറ്റർ നന്ദകിഷോർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിലെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. കാര്യം ഇങ്ങനെയുള്ള സിനിമകൾക്കുണ്ടാവേണ്ട ഒരു ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് കാണേണ്ടത് ശരിക്കും ഇതിൻ്റെ പ്രധാന കഥാപാത്രം, പ്രത്യേകിച്ച് ഒരു ഇപ്പം മോഹൻലാൽ ഇതിനകത്ത് പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്ന 2 റോളുകളാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു കഥാപാത്രം ശരിക്കും വിജയേന്ദ്ര വൃഷഭ എന്ന് പറഞ്ഞ രാജാവിൻ്റെ റോളാണ്. കാര്യം മോഹൻലാലിൻ്റെ ഒരു മരക്കാറിൻ്റെ പിന്തുടർച്ചയെന്നോണം നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം മോഹൻലാലിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള റോളുകളുടെ അത് മോഹൻലാലിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇപ്പം ലിജോയൊക്കെ മലൈക്കോട്ടെ വാലിബനിലൊക്കെ മോഹൻലാലിൻ്റെ മസ്കുലിനെ എത്രയോ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കതിനകത്ത് ഒരു യോദ്ധാവിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു പവർഫുൾ മോഹൻലാലിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഫീലിങ്സും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഡയറക്ടർ നന്ദകിഷോറിന് അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ രാജാവിൻ്റെ ഒരു ഔട്ട് ശരിക്കും മോഹൻലാലിൽ നിന്ന് നമുക്ക് അത്ര അത് ഫീൽ ചെയ്യുന്നില്ല. കാര്യം അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രധാന പോരായ്മ. 2 ഇതിൻ്റെ VFX ആണ്. VFX അനിമന്ത്ര എന്ന് പറയുന്ന ഒരു ടീമാണ് ചെയ്തിരിക്കുന്നത്. ചേതൻ കെവിൻ അങ്ങനെയാണ് അതിനകത്ത് കൊടുത്തിരുന്നത്. പക്ഷേ അവരുടെ വർക്കുകളൊക്കെ ഭയങ്കര ശോകമാണ്. കാര്യം നമുക്കൊരു സിനിമ ഇങ്ങനത്തെയൊക്കെയുള്ള സിനിമകളെ പിടിച്ചു നിർത്തുന്നത് പ്രത്യേകിച്ച് ഈ ലാർജർ ദാൻ ലൈഫിലോട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പം ഒരു വലിയൊരു കിങ്ഡം ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ യുദ്ധം ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള വൈഡർ സെറ്റുകൾ, ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സീക്വൻസുകളൊക്കെ വരുമ്പോൾ അത് ശരിക്കും അനിമേഷന് ഭയങ്കര VFX വരുന്ന സാധ്യതകൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. കാര്യം അത് ഇതിനകത്ത് ചെയ്തു വച്ചിരിക്കുന്ന സീക്വൻസുകളൊക്കെ നമുക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ 2ാമത്തെ ക്യാരക്ടറുണ്ട് ആദിദേവവർമ്മ എന്ന് പറഞ്ഞ് ഒരു ബിസിനസ്മാനാണ്. ശരിക്കും ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു രാജാവ് അയാളുടെ പൂർവ്വകാലത്ത് ചെയ്ത ഒരു തെറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു അച്ഛൻ മകൻ കോൺഫ്ലിക്റ്റ് പോലത്തെ ഒരു ഇഷ്യൂവിനെ അവർ വീണ്ടും പ്രസൻറ്റിൽ നടക്കുന്ന ഒരു കഥയായിട്ട് കണക്ട് ചെയ്താണ് പറയുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ മോഹൻലാലിൻ്റെ 2ാമത്തെ ക്യാരക്ടർ ആദിദേവവർമ്മ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ബിസിനസ് വലിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഈ സിനിമയുടെ തുടർന്നുള്ള പ്ലോട്ടുകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. പക്ഷേ ഈ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് മോഹൻലാൽ ഡയലോഗ് പറയുന്ന സീക്വൻസുകളൊക്കെ നമ്മൾ ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ആർട്ട് ഫിലിമിൽ ഒരു ആൾ നമ്മളുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുന്ന പോലെയുള്ള സീക്വൻസുകളും അതുപോലെയുള്ള ഒരു സെറ്റിങ്സും ഒക്കെയാണ് അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമ ഇതിനകത്ത് പ്രധാന കഥാപാത്രത്തിലുള്ള സമർജിത്ത് ലങ്കേഷ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ കുറച്ച് രസമുള്ള ക്യാരക്ടറാണ്. അതുപോലെ നയൻ സരിക ഇവരൊരു പ്രണയമൊക്കെയാണ് പിന്നീട് ബന്ധപ്പെടുത്തി വന്നിരിക്കുന്നതും അതെങ്ങനെ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും. പിന്നീട് ഈ പാസ്റ്റും പ്രസൻറ്റും ഇങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. കാര്യം ഇത് ശരിക്കും മനസ്സിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന യാത്ര എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഡ്രാമാറ്റിക്കലൊക്കെ ആയിട്ട് പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ടുള്ള ചേഞ്ച് നമുക്കാണോ അതോ കാലത്തിനാണോ അതോ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ വലിയൊരു സംശയം തന്നെയാണ്. ഈ പൂർവ്വജന്മത്തിലൊക്കെ അപൂർണമായി പ്രവർത്തിച്ചിട്ട് പിന്നെ കാലത്തിലൊക്കെ രൂപപ്പെടുത്തുന്ന ആശയമാണ് ഋഷഭ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഔട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എഡിറ്റിംഗ് KM പ്രകാശ് എന്ന് പറഞ്ഞ ആളാണ് ചെയ്തിരിക്കുന്നത്. അക്കാര്യം ഇതൊക്കെ നമുക്കൊരു കൃത്യമായ സ്പേസുകളിൽ ഇത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതുപോലെ ആൻ്റണി സാംസണാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതൊരു സാധാരണ സിനിമ എന്നതുപോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം ഇവർ 70 കോടി രൂപയോളം മുടക്കിയാണ് ഈ പടം ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഔട്ട് പോലും കാണുന്നില്ല. ഇവിടെ 30 കോടി രൂപയ്ക്ക് ഇതിലും ഗംഭീരമായി ആക്ഷൻ സീക്വൻസുകളും ഒക്കെ ചെയ്യുന്ന കാലത്ത് ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഔട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ മ്യൂസിക് സാം CS ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ലവ് സോങ് ഉണ്ട്. അത് അത്യാവശ്യം നമുക്ക് കേൾക്കാൻ രസമുള്ള രീതി, പ്രത്യേകിച്ച് നമ്മുടെ നീലനിലവേ എന്നുള്ള RDXൽ ആ പാട്ടിൻ്റെ ഒരു സാമ്യത, രണ്ടും ഒരേ ആൾക്കാരായതുകൊണ്ടാണെന്ന് തോന്നുന്നു. മലയാളം ഫിലിമാണ് ഞാൻ കണ്ടത്. ശങ്കർ രാമകൃഷ്ണൻ അതിൻ്റെ ലിറിക്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് വലിയ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ രാഗിണി ദ്വിവേദി, അജയ്, വിനയ് വർമ്മ അങ്ങനെ ഒരുപാട് പേര് ക്യാരക്ടേഴ്സുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രസം തോന്നിയൊരു കാര്യം ജിതേന്ദ്ര ഇതിനകത്തൊരു സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. കാര്യം പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പിലുള്ള ആളായതുകൊണ്ട് എക്താ കപൂറൊക്കെ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്.
പിന്നെ ഡയലോഗ്സ് ഒക്കെ ആണെങ്കിലും SRK, ജനാർദ്ദൻ, പിന്നെ കാർത്തിക് അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഡയലോഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. ഡയലോഗ്സ് എനിക്കൊന്ന് ആ ഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും ആ സിനിമയുടെ ഭാഗമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഇത് പ്രത്യേകിച്ച് മോഹൻലാലിൽ നിന്നൊന്നും നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഈ വർഷം 5 പടങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഹൃദയപൂർവ്വം, തുടരും, അല്ലെങ്കിൽ എമ്പുരാൻ, ഇതെല്ലാം ഓൾറെഡി ഹിറ്റ് ചാർട്ടുകൾ ഭേദിച്ച പടമാണ്. പിന്നെ ഛോട്ടാ മുംബൈയും ദേവദൂതനും റിലീസ് ചെയ്ത സമയമാണ്. ആ രീതിയിൽ മോഹൻലാലിൻ്റെ ഈ വർഷത്തെ മോഹൻലാൽ സിനിമകളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 550-600 കോടിക്കും ഇടയിൽ നിൽക്കുന്ന സമയത്ത് ഋഷഭ പോലത്തെ ഒരു പടത്തിൽ മോഹൻലാൽ കൈവെക്കണ്ട എന്നുള്ളൊരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. അവോയ്ഡ് ചെയ്യാവുന്ന സിനിമയാണ്.